കണ്ണൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് അതിനു മുന്നിലായി പള്ളിക്കുന്നിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരത്തിൽ തെരുവോര കച്ചവടമുണ്ട്. ഇത് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു എന്നാണ് സെൻട്രൽ ജയിൽ അധികൃതർ കണ്ടെത്തിയിട്ടുള്ളത്. ഇൻ്റലിജൻസും സമാനമായ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ ഈ തെരുവോര കച്ചവടമെല്ലാം ഒഴിപ്പിക്കുകയാണ്. എല്ലാവരെയും ഇന്നു മുതൽ ഇവിടെ നിന്നും ഒഴിപ്പിക്കുമെന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൽ ജയിലിലേക്ക് മയക്കുമരുന്ന് എത്തുന്നത് ഉൾപ്പെടെ ഇത്തരം ഗ്യാങ്ങുകളുമായി ബന്ധപ്പെട്ട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരുവോര കച്ചവടം പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് കോർപ്പറേഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സിറ്റി പോലീസ് കമ്മീഷണർ, കളക്ടർ എന്നിവർക്കും ജയിൽ സൂപ്രണ്ട് ഈ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ ജയിലിൽ നിന്ന് മതിലിന് അകത്തേക്ക് മയക്കുമരുന്ന് എറിഞ്ഞു കൊടുക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ഇത്തരം ആളുകളൊക്കെ തമ്പടിക്കുന്നത് ഈ സാധനങ്ങൾ വാങ്ങാൻ എന്ന വ്യാജേന ഇവിടെ തമ്പടിക്കുന്നു എന്നാണ് ജയിൽ അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പോലീസും സമാനമായ സംശയം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളെല്ലാം. വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട്. ഇൻ്റലിജൻസും സമാനമായ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. അതായത് ഈ സെൻട്രൽ ജയിലിന് തൊട്ട് സമീപത്തായി തന്നെ ഇത്തരത്തിൽ വ്യാപകമായി കച്ചവടങ്ങളും മറ്റും നടക്കുമ്പോൾ ആളുകൾ അനധികൃതമായി ഇങ്ങനെ ഇവിടെ തമ്പടിക്കാൻ കാരണമാകുന്നു എന്ന അന്വേഷണ റിപ്പോർട്ടാണ് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി ഹംസ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിപ്പോൾ ഈ നടപടി തുടങ്ങിയിട്ടുള്ളത്? നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ പ്രദേശങ്ങൾ അതീവ സുരക്ഷാ മേഖലയാണ്. ഇവിടെ ഈ അനധികൃതമായി വ്യാപാരങ്ങളും കച്ചവടങ്ങളൊക്കെ നടക്കുന്നത് മൂലം തന്നെ സുരക്ഷാ ഭീഷണിയുള്ളതായും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാൻ കാരണമാകുന്നതിനുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് നിലവിലുണ്ട്. കൂടാതെ സെൻട്രൽ ജയിൽ സൂപ്രണ്ട്, ബഹുമാനയുടെ കോർപ്പറേഷൻ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർ, പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി കാലങ്ങളിലും മറ്റും ഇത്തരം വ്യാപാര സ്ഥാപനങ്ങളിലെടുത്ത് അനാവശ്യമായ വാഹനങ്ങൾ നിർത്തിയിടുകയും അത് സംശയാതീതമായ സാഹചര്യത്തിൽ കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി യാതൊരു വിധത്തിലും ഇത്തരം ഈ സെൻട്രൽ ജയിലിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഈ പരിസരങ്ങളിലോ അനധികൃതമായതോ അല്ലെങ്കിൽ ഇത്തരം സംശയാസ്പദമായ രീതിയിലുള്ള വ്യാപാരങ്ങളോ വ്യവസായങ്ങളോ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മളിന്ന് ആക്ഷൻ നടപടി ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇൻസ്പെക്ഷൻ ടീം തന്നെ ഇവിടെ വരികയും ഇവരോട് സ്വയമേധ ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇവർ യാതൊരു കാരണവശാലും ഇവർ പോകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 7 മണി മുതൽ ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് ഞങ്ങൾ ഈ ആക്ഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ജയിൽ സൂപ്പറിനെ ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു. ഈ ഒഴിപ്പിക്കൽ നടപടിക്ക് ശേഷം അവർ തന്നെ ഇവിടെ ഇനി മേലാൽ അവർ ഈ ഇത്തരം വ്യാപാരങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തോളാം എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇവർക്ക് ഈ രാത്രികാലങ്ങളിൽ ചില കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ജയിലിലേക്ക് കൊണ്ടുവരാൻ കാരണമാകുന്ന രീതിയിൽ വരുമ്പോൾ ഇവിടെയുള്ള പോലീസുകാരെയോ അല്ലെങ്കിൽ ജയിൽ വാർഡന്മാരെയോ കാണുമ്പോൾ അവർ ഇത്തരം കച്ചവടക്കാരെ ഏൽപ്പിക്കുകയും പിന്നീട് ആ പ്രത്യേക സമയങ്ങളിൽ ഇവിടെ വന്നിട്ട് ഇവരിൽ നിന്നും അത് കഞ്ചാവും മറ്റും കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് വരെ ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ യാതൊരു കാരണവശാലും ഈ സെൻട്രൽ ജയിലിൻ്റെ കോമ്പൗണ്ടിൻ്റെ പരിസരങ്ങളിലോ ഇനി യാതൊരു രീതിയിലുള്ള അനധികൃത കച്ചവടങ്ങളോ തമ്പടിച്ച് നിൽക്കലോ അല്ലെങ്കിൽ അനധികൃത വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോ ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇനി തുടർന്ന് അങ്ങോട്ടും ഇത്തരത്തിൽ ഫ്രൂട്ട്സ് കച്ചവടം ഉൾപ്പെടെ ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരത്തിൽ ഇത്തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടക്കും. നിലവിൽ സൂപ്പറിൻ്റെ ഗേറ്റ് മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ സ്കൂൾ മുതൽ ഇങ്ങോട്ട് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് തന്നെ ഇത്തരം വ്യാപാരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിരന്തരം പറഞ്ഞിട്ടും പോകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആക്ഷൻ എടുക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഒഴിപ്പിക്കുന്നതിന് ശേഷവും തുടർന്ന് ആരും തന്നെ ഇവിടെ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നഗരസഭാ തലത്തിലും ജയിൽ സൂപ്രണ്ടിൻ്റെ സഹായത്തോടു കൂടിയും പോലീസിൻ്റെ സഹായത്തോടും ഞങ്ങൾ ആക്ഷൻ രൂപീകരിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേക രീതിയിലുള്ള ബാരിക്കേഡ് സ്ഥാപിക്കുകയും നിരോധിത അങ്ങനെ അനധികൃത വ്യാപാര നിരോധിത മേഖലയായി പ്രഖ്യാപിക്കുകയും ഇനിയും ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു രീതിയിലുള്ള ആക്ഷനില്ലാതെ പിടിച്ചെടുത്തിട്ട് നടപടി കേസിലേക്ക് പോകുന്ന രീതിയിലുള്ള മുൻകരുതൽ ബോർഡുകൾ സ്ഥാപിക്കാനും ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള തീരുമാനമാണ് ഇന്ന് ഞാൻ രാവിലെ ജയിൽ സൂപ്രണ്ടുമായി സംസാരിച്ചതിൽ ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. ഈ ജിതേഷ് സാറും കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സീനിയർ പബ്ലിക്
ഹെൽത്ത് ഇൻസ്പെക്ടർ, നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ആക്ഷൻ നടപ്പാക്കിയിട്ടുണ്ടല്ലോ. ഈ അനധികൃതമായ തെരുവ് കച്ചവടങ്ങൾ, അതായത് ഹോട്ടലുകൾ ഉൾപ്പെടെ, എന്താണ് അതിൻ്റെ നടപടികൾ? ഇപ്പം നിലവിൽ വ്യാപകമായ രീതിയിൽ പയ്യാമ്പലം ബീച്ച് സൈഡിൽ ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഞാൻ വന്ന സമയത്ത് ഒരു 50-ൽ താഴെ മാത്രമേ അനധികൃത ബങ്കുകളും മറ്റു വെച്ച് ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന ഉണ്ടായിരുന്നുള്ളൂ. ഒരു സർക്കാർ ഉത്തരവിൻ്റെയും അതേപോലെ തന്നെ കൗൺസിലിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 15 ബങ്കുകൾ നമ്മൾ അവിടുന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ആ സമയത്ത് വളരെ ശക്തമായ രീതിയിൽ ട്രേഡ് യൂണിയനിലും മറ്റും NULMമായി ബന്ധപ്പെട്ടിട്ട് അവർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് പ്രകാരം അവരെ പുനരധിവസിക്കണമെന്ന് വേണ്ടിയിട്ട് അവർ പറയുകയുണ്ടായി. ഇത് 2 വർഷം മുമ്പേ ഞാൻ കൃത്യമായിട്ട് കൗൺസിലിലേക്ക് ഇതിനെ ചെയ്യണമെന്നുള്ള ഒരു സംവിധാനം സ്ട്രീറ്റ് വെൻഡിങ് സോൺ ആക്കണമെന്ന് പറഞ്ഞ് വിട്ടതാണ്. ആ ഫയലിൽ യാതൊരു തീരുമാനമായിട്ടില്ല. എന്നാൽ ഈ സമീപകാലത്ത് നമ്മൾ നീക്കം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവരെ ട്രേഡ് യൂണിയനുകളെ കക്ഷി രാഷ്ട്രീയ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു ചേർത്ത് നമ്മളെ ബഹുമാനപ്പെട്ട മേയർ അവർ വിളിച്ചു ചേർത്തിട്ട് നമ്മൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് സോൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് ബൈലോവും എല്ലാം തയ്യാറാക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ പുനരധിവസിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സുപ്രീം കോടതിയിൽ തന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് പ്രകാരം അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് LSTDകൾ സ്ഥലം കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്ഥലം കണ്ടെത്തുകയും അവർക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെ വ്യാപാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക്കായിട്ട് നമ്മൾ കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ ചെയ്തതുപോലെ സ്പെസിഫിക്കായിട്ട് ബങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാലത്ത് തന്നെ നമ്മൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മണൽ ഭാഗത്ത് 3 മീൻ കച്ചവടം അനധികൃതമായി നടത്തുകയും അതിൻ്റെ മാലിന്യം വേസ്റ്റ് വെള്ളം അടക്കം ഈ ഡ്രെയിനേജിലേക്കും മറ്റും ഒഴുക്കി വിടുകയും അനധികൃതമായി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ക്യാരി ബാഗുകളിലാണ് ഈ മത്സ്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുമൂലം 2-3 തവണ നമ്മൾ അവരെ ഫൈൻ ഇമ്പോസ് ചെയ്യുകയും ചെയ്തതാണ്. എന്നാലും നിലവിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരോട് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പലതവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ സമീപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഉത്തരവ് ഉണ്ടാക്കിയിട്ട് സെക്രട്ടറിയുടെ ഉത്തരവ് എടുത്ത് നീക്കം ചെയ്യാൻ ഉത്തരവുണ്ടാക്കേണ്ട അടിസ്ഥാനത്തിൽ ഇന്ന് 3 അനധികൃതമായി നടക്കുന്ന മീൻ കച്ചവടത്തിൻ്റെ സ്റ്റാളുകൾ എടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗതാഗതത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ ചാലാട് ഏരിയയിൽ ജയന്തി റോഡിൻ്റെ ആ പരിസരത്തുള്ള 2 വീലർ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ ഗതാഗത തടസ്സം, കുട്ടികൾക്ക് യാത്ര ചെയ്യാനോ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാനോ പറ്റാത്ത സ്ഥിതിയിൽ വെച്ചതിൻ്റെ 2-3 ബൈക്കുകൾ ഞങ്ങൾ അവിടെ നീക്കം ചെയ്തിട്ടുണ്ട്. ഈ സംവിധാനം മൊത്തത്തിൽ കോർപ്പറേഷൻ ലെവലിൽ തന്നെ എടുത്തു മാറ്റുന്ന സംവിധാനം ഇതാക്കിയിട്ടുണ്ട്. കൃത്യമായ ഓർഡർ 3 ദിവസത്തിനുള്ളിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലും കൂടി 3 ദിവസത്തിനുള്ളിൽ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ബംഗുകളടക്കം നീക്കം ചെയ്യണമെന്നുള്ള ഉത്തരവ് എല്ലാ സോണൽ സർക്കിൾ ഏരിയയിലും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെല്ലാം ഇത് നീക്കം ചെയ്യുന്ന പരിപാടി തുടർന്നും നടന്നു പോകുന്നതാണ്. എന്തായാലും അതിശക്തമായ ഒരു നടപടിയിലേക്കാണ് കണ്ണൂർ കോർപ്പറേഷൻ നീങ്ങിയിട്ടുള്ളത്. ഇതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ്. അതായത് കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ തെരുവ് കച്ചവടം നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കണ്ണൂർ നഗരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ ബങ്കുകൾ, അനധികൃത ബങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കോർപ്പറേഷന് കിട്ടിയ ഒരു അന്വേഷണത്തിലൊക്കെ മനസ്സിലായത്. അതോടൊപ്പം തന്നെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ തട്ടുകടകൾക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു, കോർപ്പറേഷന് പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും ആരംഭിക്കും എന്നാണിപ്പോൾ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നത്. എന്തായാലും അതിശക്തമായ നടപടികളിലൂടെ ഇത്തരം അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഈ തെരുവ് കച്ചവടക്കാർക്ക് ഒരു പ്രത്യേക സോൺ ഉണ്ടാക്കി അവിടെ അവരെ പുനരധിവസിപ്പിക്കുക, ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കോർപ്പറേഷൻ കടന്നിരിക്കുന്നു. അതിൻ്റെ ആദ്യ പടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സുരക്ഷാ ഭീഷണി ഇത്തരം തെരുവ് കച്ചവടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അതിശക്തമായ നടപടിയിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് കോർപ്പറേഷൻ കടന്നിട്ടുള്ളത്. ഇനി മുതൽ ഈ പള്ളിക്കുന്ന് ഭാഗത്ത് തെരുവ് കച്ചവടം ഒരു തരത്തിലും അനുവദിക്കില്ല, അതുപോലെ തന്നെ അനധികൃതമായ വാഹന പാർക്കിങ്ങും ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് കോർപ്പറേഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ജയിൽ സൂപ്രണ്ടിൻ്റെ പരാതിയിലാണ് ഈ നടപടി. ജയിൽ സൂപ്രണ്ട് നൽകിയ പരാതി ഇപ്രകാരമാണ്. അതായത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഞ്ചാവ് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ എറിഞ്ഞു കൊടുക്കുന്ന സ്ഥിരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരുടെ കൂടി സഹായം അതിന് തേടുന്നുണ്ടോ എന്ന ഒരു സംശയം മാത്രമാണ്. ഇവർ ഏതായാലും ഈ തെരുവ് കച്ചവടക്കാർ
ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നു അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നു എന്നല്ല, ഒരു സംശയം മാത്രമാണ്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടികളൊക്കെ എടുത്തിട്ടുള്ളത്. പള്ളിക്കുന്നിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.